ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ നാളെ വരാനിരിക്കുന്ന, നാളെ എന്ന് വെച്ചാൽ നാളെയും മറ്റന്നേക്കും ആയിട്ട് വരുന്ന എപ്പിസോഡുകളുടെ ഒരു കുറച്ച് വിശേഷം നമുക്ക് കേട്ട് നോക്കിയാലോ. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ വെച്ചോളൂ കേട്ടോ. അപ്പോ നമ്മുടെ അലോക് ജയിലിലായതോടുകൂടി നമ്മുടെ കൃഷ്ണമംഗലം തറവാട്ടില് ആകെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രാജശ്രീ ആണെങ്കിലും അച്യുതനാണെങ്കിലും അനന്തനാണെങ്കിലും അച്യുതനും അനന്തനും ഇനി ചെന്ന് മുട്ടാവുന്ന എല്ലാ വാതിലുകളും ചെന്ന് മുട്ടി അലോകിനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. പക്ഷെ ഒടുവിൽ നമ്മുടെ അലോകിന് ജാമ്യം കിട്ടാത്ത ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു നമ്മുടെ അനുശ്രീക്ക് വല്ലാത്തൊരു ടെൻഷനാണ്. കാരണം അലോക് ഇനിയിപ്പോ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ദേവമംഗലക്കാരോട്, അതായത് തന്റെ അച്ഛനോടും ഏട്ടന്മാരോടൊക്കെ ഏത് രീതിയിലാണ് അലോക് ഇനി പെരുമാറുക എന്നുള്ള ഒരു വിഷമവും പേടിയും നമ്മുടെ അനുശ്രീക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഇത് മുഖത്തുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പിന്നെ ആര്യനും അതുപോലെ മിത്രയും മീനും ആനന്ദും ആകാശും എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മുടെ അനുശ്രീനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർക്കിലും അതുപോലെ ഒരു സിനിമയ്ക്കൊക്കെ കൊണ്ടുപോയിട്ട് ആളെ ഒന്ന് ജോളിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ആ സീനും കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം വരുന്ന കാര്യം, നമ്മുടെ അനുവിന് അറിയാം അലോകിന് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ഇനിയിപ്പോ അലോകിന്റെ ഏകദേശ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ അനുശ്രീ. അപ്പം ഏത് രീതിയിലായിരിക്കും ഇനി മുതൽ പെരുമാറുക എന്നുള്ള ഒരു സങ്കടമാണ് അനുവിനെ കൂടുതലും അലട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോ അനു ഇങ്ങനെ പല കാര്യങ്ങളും ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗോമതി ചെന്നിട്ട് പറഞ്ഞു, മോളെ നീ എന്താ ഇങ്ങനെ ഇതിന് മാത്രം ആലോചിച്ച് സങ്കടപ്പെടുന്നത്? നീ ഇത്തിരി സന്തോഷമായിട്ട് ഇരിക്കും. നിന്റെ ഏട്ടന്മാരും ഏട്ടത്തിമാരും നിനക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാ സന്തോഷിപ്പിക്കാൻ ചെയ്യണത്. മോള് ഹാപ്പി ആയിട്ടിരിക്കും, എന്നാലല്ലേ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സന്തോഷമാവുള്ളൂ. അപ്പം അനു പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ, പക്ഷെ എങ്കിലും അനുശ്രീയുടെ മുഖത്ത് ആ ഒരു ഭയം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഗോമതി പറഞ്ഞു, നീ മോളൊന്ന് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നേ, നമുക്കൊന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാന്ന് പറയാം. അങ്ങനെ നമ്മുടെ ഗോമതി നമ്മുടെ അനുവിനെയും കൂട്ടി അമ്പലത്തിലോട്ടൊക്കെ ഒന്ന് പോവേണ്. അപ്പൊ അമ്പലത്തിൽ പോയി ആ മൈൻഡൊക്കെ ഒന്ന് മാറി ഒരു ഇച്ചിരി സന്തോഷമൊക്കെ ആയിട്ട് സംസാരിച്ച് കളിച്ച് അമ്മയുടെ കൂടെ വരെയാണ് നമ്മുടെ അനു. അപ്പൊ വരുന്ന വഴി ഒന്ന് രണ്ട് ആ അടുത്തുള്ള അയൽവക്കക്കാരും നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് കണ്ടില്ലേ, സ്വന്തം കെട്ടിയോൻ ജയിലിൽ കിടക്ക, എന്നിട്ട് കളിച്ച് ചിരിച്ച് നടക്ക, ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉള്ള ഓരോ പുറപുറത്ത ഓരോ സംസാരങ്ങള് സംസാരിക്കുന്നത്. അപ്പൊ അത് അനുവിന്റെ ചെവിയിൽ കേട്ടു കേട്ടോ. അതിൽ ഒരു സ്ത്രീ ആണെങ്കിൽ വന്നിട്ട് നമ്മുടെ ഗോമതിയോട് നേരിട്ട് എന്നെ ചോദിക്കുകയാണ്, എന്താ ഗോമതി ഇത്, സ്വന്തം ഭർത്താവ് ജയിലിൽ കിടക്കുമ്പോ മോക്ക് ഇത്ര സന്തോഷമോ? എന്നിട്ട് സ്വന്തം വീട്ടിൽ വന്ന് നിന്ന് ആ സന്തോഷമൊക്കെ ആക്കുകയല്ലേ? അവിടെ രാജശ്രീയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? പാവം പച്ച വെള്ളം പോലും അവള് കുടിക്കണില്ല. വല്ലാത്തൊരു കഷ്ടമായിട്ടോ. എന്നാലും മോളെ, എന്താ ഇത്, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരുത്തനല്ലേ, എന്നിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ കേട്ടപ്പോ അനുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കാരണം തന്നെ ആൾക്കാർ ഒരു മോശപ്പെട്ട ഒരു പെൺകുട്ടിയായിട്ടാണ് ചിത്രീകരിക്കുന്നത് എന്നുള്ളൊരു കുറ്റബോധം അനുവിന് വരെയാണ് കേട്ടോ. ഇത് കേട്ടപ്പോ ഗോമതി അവരുടെ അടുത്ത് മറുപടിയൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അനുവിനെ കൂട്ടി വീട്ടിലോട്ട് വരണം കേട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞ അനു ഭയങ്കര സങ്കടത്തിലാണ്. കാരണം തന്നെ ഒരു മോശം പെണ്ണായിട്ടല്ലേ അമ്മ എല്ലാരും കാണുന്നേ, ഞാൻ എന്ത് തെറ്റാ അമ്മ ചെയ്തത്, അവനല്ലേ എന്നോട് ഇത്രയും ക്രൂരത കാണിച്ചത്. അപ്പോഴേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു, എന്റെ പൊന്നു മോള് കരയില്ലേ, നമുക്കറിയാലോ, പക്ഷെ നാട്ടുകാർക്ക് അറിയില്ലല്ലോ മോളെ ഇതിലെന്താ സംഭവിച്ചത് എന്നുള്ളത്. ഇവിടെ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഏട്ടന്മാർക്കും ഏട്ടത്തിമാർക്കും ഒക്കെ അറിയാം സത്യാവസ്ഥ എന്താണ് എന്നുള്ളത്. മോൾ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് ഗോമതി അനുവിനെ മാക്സിമം ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അനു ആകെ ഡൗൺ ആയിപ്പോയി. കഴിഞ്ഞ ദിവസം പോയി അവരെ കൂടെയൊക്കെ അടിച്ചു പൊളിച്ച് ഒരു സന്തോഷമൊക്കെ ആയിട്ട് വന്നതായിരുന്നു. പക്ഷെ ഈ ഒരു ഇത് സംസാരം കൂടെ ഇങ്ങനെ നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അനുവിനെ അത് വല്ലാണ്ട് ബുദ്ധിമുട്ടിലാക്കി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ബാലൻ വിളിക്കുമ്പോൾ നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, ഇങ്ങനെ പോയപ്പോ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോ ബാലനും സഹിക്കാൻ പറ്റുന്നില്ല. തന്റെ മോളെ കുറിച്ച് നാട്ടിലുള്ള ആൾക്കാർക്ക് ഓരോ വീട്ടിലും ചെന്നിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല, ഇതിനൊരു പോംവഴി കണ്ടെത്തണം എന്ന് കരുതി തന്നെ ബാലൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ഒരു ഓട്ടോയില് മൈക്ക് സെറ്റും കൊളാമ്പി പോലത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ബാലൻ വീട്ടിൽ വരെയാണ്. അപ്പൊ നമ്മുടെ ഗോമതി ചെന്നിട്ട് ചോദിച്ചു, അല്ല ബാലേട്ടാ, ഇവിടെ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടോ? ഈ മൈക്ക് സെറ്റ്
ഒക്കെ എന്തിനാ? അതൊക്കെ ഉണ്ട് കോമതി, ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ആ പൈസ കൊടുത്ത് ഓട്ടോക്കാരനെ പറഞ്ഞു വിടേന. എന്നിട്ട് നമ്മുടെ ബാലൻ എന്ത് ചെയ്തെന്നറിയാവോ? നമ്മുടെ സ്വന്തം മകളുടെ ആ സത്യാവസ്ഥ നാട്ടുകാരെടുത്ത്, ഓരോ വീട്ടിലും ചെന്ന് എന്റെ മോള ഇങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരു മൈക്ക് എടുത്തിട്ട് അത് നാട്ടുകാരെ കൂടെ അങ്ങ് മൊത്തത്തില് ആ കൃഷ്ണമംഗലക്കാരും തൊട്ട അയൽവക്കത്തുള്ളവരും ഒക്കെ ഒരാൾ കേട്ടാൽ തന്നെ ആ കാര്യം പിന്നെ അടുത്തടുത്ത ചെവികളിൽ എത്താൻ വലിയ താമസമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ബാലൻ ബുദ്ധിപൂർവ്വം ചെയ്തൊരു കാര്യമാണ്. അങ്ങനെ മൈക്ക് ഓൺ ചെയ്തിട്ട് തുടക്കം മുതൽ, അതായത് കല്യാണത്തിന്റെ തലേ ദിവസം മുതൽ തന്റെ മകളോട് അലോക് ചെയ്ത ഓരോ പ്രവൃത്തികളും അവളെ ഭീഷണിപ്പെടുത്തുകയും ഫോട്ടോസ് കാണിച്ച് ഇത് നാളെ കല്യാണത്തിന് പ്രിന്റ് അടിച്ച് ഞാൻ ആ കല്യാണ മണ്ഡപത്തിൽ വിതരണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എന്റെ മോളെ അവൻ പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഇവിടുന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി കെട്ടിയിടുകയാണ് ചെയ്തത്. എന്നിട്ട് കല്യാണ മുഹൂർത്തം കഴിയുന്നവരെ അവൻ എന്റെ മോളെ അഴിച്ചു വിട്ടില്ല, കെട്ടഴിച്ചു വിടാണ്ട് അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനൊന്നും അറിയാത്ത മട്ടില് അവൻ വന്നു. എന്റെ മോള് എന്നെയും എന്റെ കുടുംബത്തെയും നാട്ടുകാരെ മുന്നില് നാണം കെടണ്ട എന്ന് കരുതിയിട്ടാണ് എന്റെ മോള് ഒരു താലി എടുത്ത് സ്വയം കഴുത്തിൽ കെട്ടി എവന്റെ വീട്ടില് എവനും ഒരു നല്ലൊരു കുടുംബം ഇനി കിട്ടണ്ട എന്നുള്ള ഒരു ദേഷ്യം കൊണ്ടാണ് എന്റെ മോൾ ഈ ഒരു കാര്യം ചെയ്തതെന്ന് നമ്മുടെ ബാലൻ മൈക്ക് എടുത്ത് പറയാൻ കേട്ടോ. അപ്പൊ നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, വേണ്ട ബാലേട്ടാ വേണ്ട, ഇതൊന്നും വേണ്ട, ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. കാരണം ഗോമതിക്ക് ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അറിയാത്തവരെ കൂടെ ചില സംഭവങ്ങൾ നമ്മളെ വീട്ടില് ചില സ്വകാര്യമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ചിലവരറിയും, അടുത്തുള്ള വീട്ടിലൊക്കെ അറിയും, പക്ഷെ അറിയാത്തവരും കൂടെ ഇതിപ്പോ അറിയുമല്ലോ ബാലേട്ട, അതുകൊണ്ട് ഇതിലേക്കൊന്നും പോണ്ട ബാലേട്ട എന്ന് പറഞ്ഞിട്ട് ഗോമതി നമ്മുടെ ബാലനെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞുവെങ്കിലും ബാലൻ എല്ലാ കാര്യങ്ങളും A to Z അനുമോളെ കുറിച്ചുള്ള കാര്യങ്ങളും അലോക് അനുവിനോട് ചെയ്ത ആ ക്രൂരതകളും എല്ലാം നാട്ടുകാരുടെ അടുത്തൊക്കെ പറയണം കേട്ടോ. ആൾക്കാരൊക്കെ ഇങ്ങനെ അതിശയിച്ച് നിൽക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ കൃഷ്ണമംഗലത്ത് നമ്മുടെ രാജശ്രീയും അനന്തനും അച്യുതനും ഒക്കെ പ്രഷർ കയറിയിട്ട് നിൽക്കണം. അപ്പോഴേക്കും രാജശ്രീ അവിടെ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ എന്റെ മോനെ ഇത്രയും കാട്ടി കൂട്ടി, എന്നിട്ട് അവൻ ഇപ്പൊ ബാലൻ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടില്ല അച്ചുവേട്ടാ, നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ അച്ചുവേട്ടാ? എന്റെ മോനെ ജയിലിൽ അടച്ചതും പോരാ, അവള് കല്യാണം കഴിഞ്ഞ് വന്നു, എന്റെ മോനെ ഇനി ഇഞ്ചിഞ്ചായിട്ട് അവള് തല്ലി ചതച്ചു, എന്നിട്ട് ഇപ്പൊ അതേ ജയിലിൽ വിട്ടു, എന്റെ മോൻ പട്ടിണി കിടന്ന് മരിക്കും, അവൾക്ക് സമാധാനം ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ കേട്ടോ. അപ്പോഴേക്കും അനന്തൻ പറഞ്ഞു, നീ ഒന്ന് സമാധാനപ്പെട്ട് രാജശ്രീ. അച്യുതനെയും രാജശ്രീനെയൊക്കെ അനന്തൻ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. കാരണം ഞാൻ ഒരു വക്കീലിനെ പോയി കണ്ടിട്ടുണ്ട്, അതൊരു വലിയ വക്കീലാണ്, ആ വക്കീലിനെ കണ്ടു കഴിഞ്ഞാൽ കേസിന് എന്തെങ്കിലുമൊക്കെ ഒരു നടപടി ഉണ്ടാകും, നിങ്ങൾ സമാധാനപ്പെട്, അവൻ എന്തെങ്കിലും അവിടെ കിടന്ന് പറഞ്ഞോട്ടെ, ബാലൻ പറയണ ഒന്നും നിങ്ങൾ കാര്യമാക്കാൻ നിൽക്കണ്ടെന്നും പറഞ്ഞ് നന്ദിനിയും അനന്തനും ഒക്കെ അവരെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അലോകിന് 14 ദിവസത്തേക്കാണ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോയി കേസ് ഇങ്ങനെ കാര്യം പറഞ്ഞ് FIR പറഞ്ഞപ്പോ 14 ദിവസത്തേക്കാണ് അലോകിനെ ജയിലിലിട്ടേക്കുന്നത് കേട്ടോ. പക്ഷേ അനന്തൻ ഇങ്ങനെ വലിയൊരു വക്കീലിനെ കണ്ടു എങ്കിലും ആ കേസുമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞ. കാരണം എന്ന് വെച്ചാൽ അനു കൊടുത്തേക്കുന്ന കേസ് അത്രയ്ക്ക് വാല്യൂ ഉണ്ടായിരുന്നു. ഒരു കിഡ്നാപ്പിംഗ് മാത്രമല്ല, ഒരു സ്ത്രീ പീഡനം കൂടെയാണല്ലോ. ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയി കെട്ടിയിട്ട് ഒരു ദിവസം തങ്ങിപ്പിച്ചു, കല്യാണം മുടക്കി, അതൊക്കെ വളരെ കുറ്റകരമായ കാര്യങ്ങളാണ് അലോക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ വക്കീലും പറഞ്ഞു ജാമ്യം കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അനന്തനും അച്യുതനും ഇനി എന്ത് ചെയ്യണോന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. ആകെ സങ്കടത്തിലാണ് കൃഷ്ണമംഗലം മൊത്തത്തില്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ സുകന്യയും നന്ദിനിയും നമ്മുടെ രാജശ്രീനെ കുറെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും രാജശ്രീ ഒന്നും കഴിക്കുന്നില്ല, ഒരു വെള്ളം പോലും കുടിക്കുന്നില്ല. എന്റെ മകനെ കണ്ടല്ലാണ്ട് ഇനി ഞാൻ ഒരു ഇറ്റു പറ്റു പോലും ഞാൻ കഴിക്കില്ല, എനിക്ക് വെള്ളം പോലും ഇറങ്ങി പോവില്ല നന്ദിനേട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീ കിടന്ന് കരയാണ്. അപ്പോഴേക്കും നമ്മുടെ സുകന്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രാജശ്രീ ഏട്ടത്തി കാര്യം ഈ സമയത്ത് എന്തെങ്കിലും ഒരു കേസോ അതും ഇതും പറഞ്ഞ് നമ്മൾ ബാലേട്ടനോ ഗോമതി ചേച്ചിയോ ഇനിയിപ്പോ നമ്മൾ അവരെ ഒന്നും കൂടെ ഒന്ന് വയലന്റ് ആക്കി കഴിഞ്ഞാൽ ഇനി ഇതിന്റെ പേരിൽ ഒരു കേസും കൂടെ അവർ കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ പിന്നെ പുറം ലോകം കാണാൻ അലോകിന് പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ ഒന്നിനും പോകണ്ട, അതുകൊണ്ട് രാജശ്രീ ചേട്ടത്തി ഒന്ന് സമാധാനപ്പെടുന്ന നമ്മുടെ സുകന്യ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നന്ദിനിയും ഒപ്പം തന്നെ പറയാണ്.
അപ്പൊ രാജശ്രീ പറയുന്നുണ്ട്, നീ കണ്ടോ, എന്റെ മകൻ ഒന്ന് പുറത്തിറങ്ങിക്കോട്ടെ, ഞാൻ ദേവമംഗലം കത്തിച്ച് ചാമ്പലാക്കും. അവളുണ്ടല്ലോ ആ അനുശ്രീ, ഞാൻ കാണിച്ചു തരാം അവള്. എന്റെ മകനെ ഇഞ്ചിഞ്ചായിട്ട് അവള് കൊന്നു. എന്നിട്ട് ഇപ്പൊ അവള് വലിയ പതിവ്രത ചമഞ്ഞ് അവള് ദേവമംഗലത്തിരിക്കണു, പുന്നാര വാവ എന്നൊക്കെ പറഞ്ഞിട്ട് രാജശ്രീ കിടന്ന് എണ്ണി പിറക്കാനായിട്ടോ. എന്നിട്ട് രാജശ്രീ ചാടി എഴുന്നേക്കാണ്. ചാടി എഴുന്നേറ്റിട്ട് നന്ദിനിയുടെ അടുത്ത് പറയാം, നന്ദിനിയെടുത്ത് ഇനി ഒരു നിമിഷം നമ്മുടെ മിത്രമോൾ അവിടെ നിർത്തരുത്, കാരണം അവളുടെ ജീവന് പോലും ആപത്ത് സംഭവിക്കും. ഇനിയിപ്പോ അനുവിനോട് ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മിത്രയുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്, മിത്ര അനുവിനോട് ഇവിടെയുള്ളവർ എങ്ങനെ കാണിക്കുന്നോ അത് തന്റെ ജീവിതത്തിലും ബാധിക്കുമെന്ന് നമ്മുടെ മിത്ര പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം അനന്തേട്ടനോട് പറഞ്ഞ് മിത്രേനെ കൂട്ടിക്കൊണ്ട് വാ നന്ദിനേട്ടത്തി എന്നും പറഞ്ഞ് ഒരു മെന്റലി ഒന്ന് ഡിസ്റ്റർബ്ഡ് ആയ കണക്കുള്ള ഒരു സംസാരമാണ് നമ്മുടെ രാജശ്രീ സംസാരിക്കുന്നത് കേട്ടോ. അപ്പം നന്ദിനി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, എന്തായാലും അലോക് ഒന്ന് പുറത്തിറങ്ങട്ടെ രാജശ്രീ, എന്നിട്ട് നമുക്ക് വേണ്ടുന്ന പോലെ തന്നെ ചെയ്യാന്ന് പറയാണ് കേട്ടോ. അവസാനം ഒടുവില് വക്കീലിനെ പോയി കണ്ടു കഴിഞ്ഞപ്പം അനന്തന്റെ ആ വലിയ വക്കീൽ പറഞ്ഞല്ലോ, ഇനിയിപ്പോ ഈ പെൺകുട്ടി കേസ് സ്വമേധയാ പിൻവലിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അലോകിനെ നിഷ്പ്രയാസം പുറത്തിറക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതിനെ സംബന്ധിച്ച് നമ്മുടെ രാജശ്രീ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ മിത്രേനെ പോയി ഒന്ന് കാണേണ്. മിത്രേനെ പോയി കണ്ടിട്ട് മിത്രേന്റെ അടുത്ത് പറയുന്നുണ്ട്, മോളെ നിന്റെ ചെറിയമ്മ നിന്നെ എടുത്തു വളർത്തിയ ആളാണ് ഞാന്, നിന്റെ ഏട്ടൻ ജയിലിൽ കിടന്നിട്ട് നിനക്ക് എങ്ങനെ അവിടെ സമാധാനമായിട്ട് ദേവമംഗലത്ത് നിൽക്കാൻ പറ്റുന്നു? അപ്പം മിത്ര പറഞ്ഞു, ചെറിയമ്മ അലോകേട്ടൻ ചെയ്ത തെറ്റ് എത്രത്തോളം ഉള്ളതാണെന്ന് ചെറിയമ്മയ്ക്ക് അറിയാലോ, അതുകൊണ്ട് ചെറിയമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് മോളെ, നീ അങ്ങനെ പറയരുത്. നിന്നെ അവനെ ഒരുപോലെ ചോറൂട്ടി വളർത്തിയ ആളാ ഈ ചെറിയമ്മ, എന്റെ മകൻ. ഇനി നീയും കൂടെ ഈ കുടുംബത്തിൽ നിന്ന് പോയി ആകെ കൃഷ്ണമംഗലത്തുള്ളത് നമ്മുടെ അലോകാണ്, അവനെ ഈ ജയിലിൽ അടപ്പിക്കാനാണോ നീ അവരൊപ്പം കൂട്ടു നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം മിത്ര പറഞ്ഞു, ചെറിയമ്മ അലോകേട്ടൻ ചെയ്ത തെറ്റും കൂടെ ചെറിയമ്മ ഒന്ന് മനസ്സിലാക്കണം. ആ അനുവിനോട് എത്ര ക്രൂരമായിട്ടാ പെരുമാറിയത്. അവളെ തലേ ദിവസം കല്യാണ തലേന്ന് കൊണ്ട് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും കെട്ടിയിടുകയും ഒക്കെ ചെയ്ത് അവളുടെ കുടുംബത്തിന്റെ ജീവിതം മൊത്തം ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ട് ഞാൻ എന്ത് ന്യായവും പറഞ്ഞ ദേവമംഗലത്ത് ചെന്നിട്ട് അവരുടെ അടുത്തൊക്കെ പറയേണ്ടത്? അങ്ങനെ പറഞ്ഞാൽ തന്നെ അവരെന്നെ കുറിച്ച് എന്ത് കരുതും ചെറിയമ്മ എന്നൊക്കെ നമ്മുടെ മിത്ര പറഞ്ഞു. അപ്പോഴേക്കും രാജശ്രീക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. എടി, നിന്റെ സ്നേഹം ഇത്രയേ ഉള്ളൂ അല്ലെ, നിന്റെ ഏട്ടനോടുള്ള സ്നേഹം നിനക്ക് ഇത്രയേ ഉള്ളൂ അല്ലെ, നിനക്കിപ്പം ആര്യനും അവരെ കുടുംബക്കാരും ദേവമംഗലക്കാരൊക്കെ വലുതായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനാടി വലുതെന്ന് പറഞ്ഞിട്ട് മിത്ര എന്നെ ശപിക്കുന്ന പോലെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടാണ് രാജശ്രീ നിലവിളിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. ഇത് മിത്രയ്ക്ക് വളരെ സങ്കടമായി. മിത്ര വീട്ടിൽ ചെന്ന് മീനുവിനോടും ആര്യനോടും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മിത്രേനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് വിഷമം കൊണ്ട് ചെറിയമ്മ പറയണതാവും, നീ അത് വലിയ കാര്യമാക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയാം. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇനിയിപ്പോ ഈ ഒരു കേസ് പിൻവലിക്കല് നടന്നാൽ മാത്രമേ അലോകിന് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതറിഞ്ഞ് നമ്മുടെ ഇന്ദിരാമ്മ നേരെ ചെന്നിട്ട് അനുശ്രീയായിട്ട് സംസാരിക്കണ്. ഇന്ദിരാമ്മ സങ്കടപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. കാര്യം നിന്നോട് ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണെന്ന് ഈ മുത്തശ്ശിക്ക് അറിയാം മോളെ, പക്ഷെ അവനും എന്റെ ചെറുമോനായി പോയില്ലേ മോനെ, എത്ര തെറ്റ് ചെയ്താലും നമ്മുടെ മക്കളല്ലാണ്ട് ആവത്തില്ലല്ലോ. അതുകൊണ്ട് മോള് ഈ കേസ് പിൻവലിക്കണം. ആ വീട്ടിൽ ഇനി ആകെ ഒരു ആൺതരിയായിട്ടുള്ളത് അവൻ ഒരാള് മാത്രമേ ഉള്ളൂ. മോള് ചെയ്തു പോയ തെറ്റിനെല്ലാം മാപ്പ് ഞാൻ ചോദിക്കാം, എങ്കിലും എന്റെ അലോകിന് കേസ് പിൻവലിച്ച് അവനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള കാര്യങ്ങൾ മോള് ചെയ്യണമെന്നും പറഞ്ഞ് ഇന്ദിരാമ്മ സങ്കടപ്പെട്ടിട്ടാണ് പോണത്. അനുവിന് അത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം മുത്തശ്ശി എന്ന് പറയുമ്പോൾ കൃഷ്ണമംഗലം വീട്ടിൽ ചെന്ന് കയറിയ അനുവിന് രാജശ്രീ ആണെങ്കിലും നന്ദിനി ആണെങ്കിലും ഇന്ദിരാമ്മയാണെങ്കിലും അത്രയ്ക്ക് കെയർ ചെയ്താണ് അവര് അനുവിനെ നോക്കിയത്. ആ ഒരു സ്നേഹമൊക്കെ അനു തിരിച്ചറിഞ്ഞിട്ടുള്ളതുമാണ്. അതുകൊണ്ട് അനുവിന് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാവേണേ. ഇതേ സമയം ഇതെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നമ്മുടെ ധർമ്മൻ നമ്മുടെ ബാലനെ കാണാനായിട്ട് പോകുന്നുണ്ട് ഗോമതി സ്റ്റോഴ്സിൽ. എന്നിട്ട് പറഞ്ഞു, ഞാനും ബാലയനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, പക്ഷെ ഞാൻ ഇപ്പൊ വന്നത് അലോകിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അളിയൻ ഇത് എന്ത് ഭാവിച്ചാണ്? കാര്യം അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ്. പക്ഷെ ആ കുടുംബത്തിനോടും ആ കുടുംബത്തിലുള്ളവരോടും ഇത്രയും ക്രൂരത അളിയന് വേണോ? അളിയൻ അത്രയ്ക്ക് ദുഷ്ട മനസ്സുള്ള ഒരാളാണോ? ഈ കേസ് കൊടുത്ത് ഇപ്പൊ അവന്റെ
മാത്രം വിഷമം മാത്രമാണോ കാണുന്നത്? എന്റെ അമ്മ, അളിയൻ ഓർമ്മയാണ്, അളിയൻ പറയാറുണ്ടല്ലോ എന്റെ അമ്മ എന്ന് പറയുന്ന അളിയനും അമ്മയെ പോലെയാണെന്ന്. എന്നിട്ടാണോ എന്റെ അമ്മയും ചെറിയ ചേട്ടത്തിയും എല്ലാരും അവരൊക്കെ എന്തോരം സങ്കടപ്പെടുന്നുണ്ടെന്ന് അറിയാവോ? അളിയനൊരു ഒറ്റ മനസാക്ഷി തോന്നുന്നില്ലേ എന്നൊക്കെ പറയുമ്പോ ബാലൻ പറയും, എന്റെ മോൾ അനുഭവിച്ച ആ സമയത്തുള്ള ബുദ്ധിമുട്ട്, എത്ര പ്രായം ഉണ്ടടാ എന്റെ മോക്ക്, ആ കൊച്ചിനോട് അവൻ ചെയ്ത ക്രൂരതകള് ഞാൻ സഹിക്കണമെന്നാണോ നീ പറയണത്? നിനക്ക് സഹിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്റെ മോളോട് ചെയ്ത ഈ ക്രൂരത ഞാൻ ഒരിക്കലും എന്റെ കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കിയിട്ട് അവൻ ഇനി പുറത്തിറങ്ങണ്ട, ആലോക് ഇനി പുറം ലോകം കാണണ്ടെന്ന് തന്നെയാണ് എന്റെ തീരുമാനം എന്ന് പറയാം. അത് കേൾക്കുന്ന ധർമ്മന് ഭയങ്കര ദേഷ്യം വരെയാണ് കേട്ടോ. അപ്പൊ ധർമ്മം പറയും, നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല, പക്ഷെ ഒരു കാര്യം ഓർത്തോണം കേട്ടോ, ഈ ശാപം എല്ലാം കൂടെ നിങ്ങൾ തലയിൽ നിങ്ങൾ എങ്ങനെ നിങ്ങൾ അത് ഏക്കും എന്നുള്ളതും കൂടെ നിങ്ങൾ ആലോചിച്ചോണോ അളിയാന്ന് പറഞ്ഞിട്ടാണ് ധർമ്മൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കേട്ടോ. ഇത് കൂടാണ്ട് ഇതിനിടയിൽ നമ്മുടെ രാജശ്രീക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. തൻ്റെ മകന് ഇത്രയും ദിവസം അവള് ജയിലിലിട്ടു, ഇതിനെല്ലാം കാരണക്കാരി അവളാണ്, അനുശ്രീയാണ്. അവളെ ഞാൻ എൻ്റെ മോളെ പോലെയാണ് ഈ വീട്ടിൽ ഞാൻ കണ്ടത്. രാജശ്രീക്ക് ഒരു സമാധാനവും ഇല്ല കേട്ടോ. അങ്ങനെ അച്യുതന്റെ അടുത്ത് രാജശ്രീ പറയുന്നുണ്ട്, നീ അനുവിനെ വെറുതെ വിടില്ല, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളെ. അപ്പൊ അച്യുതൻ പറയുന്നുണ്ട്, എടി നീ ഇപ്പൊ എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാൻ നിൽക്കരുത് രാജശ്രീ, കാരണം നീ ഇപ്പൊ എന്തെങ്കിലും ചെയ്ത് അത് നമ്മുടെ മോന്റെ ജീവിതത്തെ ബാധിക്കും. കാരണം അവനെ ഇപ്പൊ ആകെ 10-12 ദിവസം കിടന്നാൽ മതി. ഇനി നീ പോയി എന്തെങ്കിലും അവിടെ കാണിച്ച് അവര് കേസും മറ്റും കൊടുത്തു കഴിഞ്ഞാല് അതീന്നും പ്രശ്നം. അതുകൊണ്ട് എന്റെ പൊന്നു രാജശ്രീ, നീ ഒന്നിനും പോകല്ലേ. പക്ഷെ രാജശ്രീയുടെ മനസ്സിലെ പക അങ്ങോട്ട് ഒടുങ്ങുന്നില്ല കേട്ടോ. അപ്പൊ രാജശ്രീക്ക് അനുവിനെ എന്ത് ചെയ്താലും കൊല്ലാനുള്ള ഒരു ദേഷ്യവും ഇതൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അനു പുറത്തിറങ്ങുന്ന സമയത്തും രാജശ്രീ കൃഷ്ണമംഗലത്ത് നിന്നുകൊണ്ട് അനുവിനെ പ്രാഗയാണ് കേട്ടോ, നീ നശിച്ചു പോകൂടി, എന്റെ മോനെ ജയിലിലിട്ട നീ നശിച്ച് നാറാണ കല്ലെടുക്കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജശ്രീ ഇങ്ങനെ പറയണ കേട്ടോ. ഇത് കേട്ടോണ്ട് നിൽക്കുന്ന മീനാക്ഷി നല്ല ഡയലോഗ് തിരിച്ച് നമ്മുടെ രാജശ്രീക്ക് കൊടുക്കും. അതെ, ഇങ്ങനെ നിങ്ങൾ പ്രാഗിയെന്ന് വെച്ച് ഈ പ്രാക്കെല്ലാം നിങ്ങളുടെ തലയിലെ വീഴുള്ളൂ എന്ന് മീനാക്ഷി തിരിച്ച് മറുപടി കൊടുക്കും കേട്ടോ. പക്ഷെ അനുവിന് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ചിറ്റമ്മയാണെങ്കിലും അല്ല ചെറിയമ്മയാണെങ്കിലും അങ്ങനെ പറയുമ്പോ, കാരണം അവരൊക്കെ കൃഷ്ണമംഗലത്ത് ചെന്നപ്പോ തന്നോട് പെരുമാറിയത് ആ രീതിയിലാണ്, ഒരു മകളെ പോലെയാണ് അവരൊക്കെ തന്നെ കണ്ടത്. ഇപ്പൊ താൻ കാരണമാണല്ലോ ഇതൊക്കെ എന്നുള്ള രീതിയാണ് കേട്ടോ. അങ്ങനെ രാജശ്രീയുടെ മനസ്സിൽ ചില പദ്ധതികളൊക്കെ വരേണ്ട കേട്ടോ. അനുവിനെ കുറച്ച് ഗുണ്ടകളെ വെച്ചിട്ടാണെങ്കിലും ശരി അവളെ ഇല്ലായ്മ ചെയ്യണം, എന്നിട്ട് ആ വാർത്ത എന്റെ മകന്റെ അടുത്ത് ചെന്ന് എനിക്ക് പറയണം. അങ്ങനത്തേക്ക് ഒരു ക്രൂരമായിട്ടുള്ള ചിന്താഗതിയൊക്കെ നമ്മുടെ രാജശ്രീയുടെ ഉള്ളിൽ വരേണ്ട കേട്ടോ. അപ്പോ അനുശ്രീ പുറത്തിറങ്ങണ നേരം നോക്കി ഏതെങ്കിലും ഗുണ്ടകളെ വെച്ചിട്ടാണെങ്കിലും ശരി അവളെ കൊല്ല അല്ലെങ്കിൽ എന്തെങ്കിലും അപായപ്പെടുത്തുക, അങ്ങനെ ഒരു സീനാണ് ഇനി വരുന്നത്. എന്തായാലും അനുവിനെ രാജശ്രീ എന്തോ സംതിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഇനി വരുന്ന നമ്മുടെ വീക്കെൻഡ് പ്രൊമോയിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കാത്തിരിക്കാം ഇനിയിപ്പോ രാജശ്രീയുടെ ആ കൊടും ക്രൂരത അനുവിനോടുള്ള എന്താണ് എന്നുള്ളത്. കാരണം തന്റെ മകനെ അത്രയേറെ ആ സ്നേഹിക്കുന്ന അമ്മയുടെ ആ ഒരു വൈരാഗ്യ ബുദ്ധിയാണ് അതിലേക്ക് രാജശ്രീനെ തെളിച്ചത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പാണ്ഡ്യൻ 2 ഭയങ്കര ഒരു രീതിയിലാണ് നമ്മുടെ രാജശ്രീയുടെ ക്യാരക്ടർ ഈ സമയത്തൊക്കെ കാണിക്കുന്നത്. കാരണം അനുവിനെ കൊല്ലാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെയാണ് രാജശ്രീ അതിൽ കാണിക്കുന്നത്. അപ്പൊ അത് ബേസ് ചെയ്ത് എന്തായാലും നമ്മുടെ മലയാളത്തിലും ഏകദേശം ആ സീനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ സാന്ത്വനം 2 ഇനിയിപ്പോ ഏതൊക്കെ രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് അല്ലെ. അപ്പൊ ഓരോ എപ്പിസോഡിന്റെയും പ്രൊമോ തലേ ദിവസം തന്നെ നമ്മൾ പ്രൊമോ ആയിട്ട് ഇടുന്നുണ്ട്, അത് പിറ്റേ ദിവസത്തെ എപ്പിസോഡിന്റെ പ്രൊമോ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കേൾക്കുക, അതോടൊപ്പം തന്നെ ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ വെച്ചോളൂ കേട്ടോ. പിന്നെ ഇതേ ചാനലിൽ തന്നെ നമ്മൾ രാത്രി 9-9:30 തന്നെ നമ്മുടെ മഴതോറും മുമ്പേ സീരിയലിന്റെ പ്രൊമോയും കൂടെ ഇടുന്നുണ്ട്. അപ്പൊ നമ്മുടെ 2 സീരിയലും കണ്ട് നല്ലൊരു സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.